നീറ്റ് ഇപ്പൊ വിഷമിച്ചിരിക്കുന്ന കുറെ കൂട്ടുകാർ കാണും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പ്ലാൻ എ പോയാൽ പ്ലാൻ ബി. വിത്തൗട്ട് നീറ്റ് MBBS പോസിബിൾ ആണ്. നിങ്ങൾക്ക് നാട്ടിൽ വന്ന് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാനും സാധിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെ പറ്റി അറിയണമെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രേറ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ, വിത്തൗട്ട് എനി കമ്മീഷൻ വേണമെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ആളല്ലേ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമോ, ഇന്ന കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി വന്ന ആളാന്ന് പറഞ്ഞാൽ മതി. പെർ കോളിന് 10,000 വെച്ച് തരാം. ഡോക്ടർ അപർണ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈസ് ഓൾ അബൌട്ട് MBBS ഇൻ റഷ്യ. ഇപ്പൊ നീറ്റിന്റെ റിസൾട്ട് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് കുറെ ആൾക്കാരുടെ മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്, കുറെ കോൾസും വരുന്നുണ്ട്. എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എന്നോട് പറ്റുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ ഇതാണ് എന്റെ കോൺടാക്ട് നമ്പർ. നിങ്ങൾ റഷ്യയിലേക്ക് പോകാൻ ഇപ്പൊ നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതായത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ആയിക്കോട്ടെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയണമെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ നമ്പർ മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഈ ഒരു നമ്പർ ഞാൻ എന്റെ പല വീഡിയോസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാം. ഞാൻ വർഷങ്ങളായിട്ട് റഷ്യയിലെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ കൂടുതൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ വന്ന കുറച്ച് മെസ്സേജസ് എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയി പോയി. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, ഇതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. അപ്പം അത് കേൾക്കുന്ന ഒരാൾക്ക് മേ ബി അത് ഉപകാരപ്പെടുവാണെങ്കിൽ അത്ര നല്ലതല്ലേ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, വിത്തൗട്ട് നീറ്റ് നമുക്ക് MBBS പോസിബിൾ ആണ്. കുറെ മെസ്സേജ് ഇപ്പൊ എനിക്ക് ഇത് എക്സാമ്പിൾ ടഫ് ആയിരുന്നു തോന്നുന്നു, കുറെ ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, വിത്തൗട്ട് നീറ്റ് MBBS പോസിബിൾ ആണ്. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടില് കുറെ ഏജൻസിക്കാർ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിക്കുന്നുണ്ടെന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. സീസൺ ബിസിനസ് ഫോർ ദം. അപ്പം അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് വിളിച്ചല്ലേ പറ്റൂ. അപ്പൊ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിക്കാതിരിക്കുക. കാര്യം കുറെ ആൾക്കാർ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞേക്കുന്നത് ഇപ്പം നിങ്ങൾ നീറ്റിലത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വന്ന് നീറ്റ് എക്സാം കൊടുക്കാൻ സാധിക്കും. അങ്ങനെയൊന്നും സംഭവമില്ല, അതൊന്നും പോയി ചാടരുത്. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞേക്കുന്നത് നീറ്റില്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇതാകാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ. നത്തിങ് ലൈക്ക് ദാറ്റ്. മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിത്തൗട്ട് നീറ്റ് നമ്മൾ പോകുവാണെങ്കിൽ നിങ്ങൾ MBBS കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, അതായത് ഇപ്പം UK, US, കാനഡ എക്സെട്ര, ഇവിടെ എല്ലാം പോയി നിങ്ങൾ PG എടുക്കുവാണെങ്കിൽ നമ്മുടെ NMC നോംസ് അനുസരിച്ച് അത് അക്സെപ്റ്റബിൾ ആണ്. അതായത് ഇപ്പം സപ്പോസ് USMLE ഫോർ US അല്ലെങ്കിൽ FLAB 1 FLAB 2 ഫോർ UK. അപ്പൊ നമ്മൾ എടുക്കുന്നത് MRCP അല്ലെങ്കിൽ CCT ആണ്. ഇസ് ഈക്വൽ ടു നമ്മുടെ ഇന്ത്യയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ PG അല്ലെങ്കിൽ MS ഈക്വൽ ആണ്. അപ്പം നമുക്കൊരു എക്സ്ട്രാ എക്സാമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ എക്സാംസ് ഒക്കെ ഇപ്പം എല്ലാം ചോദിക്കുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ MBBS നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങൾ മുമ്പോട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ചുമ്മാ ഇരുന്ന ആർക്കും ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല, നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് കാര്യം. നിങ്ങൾ അതുപോലെ എല്ലാ കൺട്രീസിലും MBBS അക്സെപ്റ്റബിൾ ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇപ്പൊ നാട്ടിൽ ഒരിക്കലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളവരാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ MBBS കഴിഞ്ഞിട്ട് എബ്രോഡ് എവിടെ വേണം പോയി PG എടുക്കുകയോ സെറ്റിൽ ആവുകയോ ചെയ്യാൻ പറ്റും. അതും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ നീറ്റ് ക്വാളിഫൈഡ് ആയി പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ MBBS കഴിഞ്ഞ് നാട്ടിൽ വന്ന് FMG എക്സാം ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് 1 ഇയർ ഇന്റേൺഷിപ്പ് ഉണ്ട്, സ്റ്റൈഫൻഡ് ഇല്ല. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ലൈസൻസ് ഇട്ട് നിങ്ങൾക്ക് എവിടെ വേണം വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ FMG എക്സാമിനെ പറ്റി, FMG എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണോ, അത് റേറ്റിംഗ് കൂടിയ കോളേജസ് ഏതാണ്? നമ്മുടെ നാട്ടില് ഒരു സ്കൂളില് +2 സ്കൂളില് ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാവരും ഒരു കൂട്ടാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഫുൾ A+ കിട്ടാറുണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന കുട്ടിക്കായിരിക്കും ഫുൾ A+ കിട്ടുന്നത്. സോ സെയിം ലൈക്ക് ദാറ്റ്. നമുക്ക് ഇപ്പം FMG എക്സാമിന് വരുന്നത് MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ്, മൈനസ് മാർക്കില്ല. 300 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 150 നിങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. സോ ഇതാണ് FMG എക്സാം. സോ വിത്തൗട്ട് MBBS പോകുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ. യൂറോപ്യൻ സൈഡിലൊക്കെ നിങ്ങൾ ഇപ്പൊ പോവുകയാണെങ്കിൽ ഇപ്പം ജർമ്മനി നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ A1 A2 B1 B2 C2 എക്സാംസ് ക്ലിയർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ലാംഗ്വേജ് ടെസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ആംസ്റ്റർഡാം ആണെങ്കിൽ ഡച്ച് കൊടുക്കേണ്ടി വരും. അത് അവിടെ സെറ്റിൽ ആവണം യൂറോപ്യൻ സൈഡ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് വേണ്ട, നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ UK-ലോ US-ലോ ഒക്കെ പോയി എക്സാം ക്ലിയർ ചെയ്ത് PG എടുത്ത് നാട്ടിൽ വന്ന് നിങ്ങൾക്ക്
അക്സെപ്റ്റബിൾ ടിൽ നൗ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് നാട്ടില്. ഈ പറഞ്ഞ വിധത്തിൽ MRCP അല്ലെങ്കിൽ CCT എന്തോ ആയിക്കോട്ടെ ഈസ് ഈക്വലൻ ടു അവർ ഇന്ത്യൻ PG. അത്രേ ഉള്ളൂ. ഓക്കെ. ദെൻ അടുത്തത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഏജൻസി ത്രൂ പോകാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ തൊട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ നീറ്റിന്റെ ഇത് വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചു മനസ്സിലാക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് സംസാരിച്ചപ്പോ കുട്ടി എന്നോട് പറയാണ്, ചേച്ചി റഷ്യയിലെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് കോളേജാ നോക്കുന്നത്? അത് ഞാൻ ഇന്ന കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു, പക്ഷെ അടുത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? അത് അവരൊന്നും പറഞ്ഞു തന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അയാളെ വിശ്വസിച്ച് നിങ്ങൾ ഈ അഡ്മിഷനിലേക്ക് പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ അഡ്മിഷൻ എടുത്ത് പോകുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ്. 6 വർഷം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അവിടുത്തെ ക്ലാസ്സുകളെ പറ്റിയോ അവിടുത്തെ റൂൾസിനെ പറ്റിയോ ഒരു കാര്യങ്ങളും പറയാൻ അവർ എലിജിബിൾ അല്ലെങ്കിൽ പിന്നെ എന്തിനും നിങ്ങൾ അവർ ത്രൂ അഡ്മിഷൻ എടുക്കണം? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. കാര്യം അവിടെ പോയി അഡ്മിഷൻ എടുത്തതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും അവർ പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് വിശ്വാസത്തോടെയാണ് ആ വ്യക്തി ത്രൂ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്? അപ്പം അവർ സ്റ്റക്ക് ആവും. ഒന്നും തിരിച്ചു പറയാനില്ല. സീരിയസ്ലി. ഇപ്പൊ ഒരു മെസ്സേജ് വന്നൊരു കുട്ടിയുടേത്, ചേച്ചി റഷ്യയിലെ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ടല്ലേ, ഞാനിപ്പോ അഡ്മിഷൻ എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അവർക്ക് ഫോർവേഡ് ചെയ്തത്, എമൗണ്ട് ഞാൻ പേ ചെയ്യാൻ പോകും. കാലിക്കറ്റ് ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, റഷ്യയിലെ സ്കോളർഷിപ്പ് ഇത് ആരാ പറഞ്ഞത്? ഇന്ന ഏജൻസിക്കാരാ പറഞ്ഞത് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. റഷ്യയിലെ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉള്ളത് ഒന്നെങ്കിൽ അവിടുത്തെ സിറ്റിസൺസ് ആയിരിക്കാം, റഷ്യൻസിന് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ റഷ്യൻ ലാംഗ്വേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, റഷ്യൻ മീഡിയത്തിൽ പഠിക്കാൻ നിങ്ങൾ ഏബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് കിട്ടും. അല്ലാതെ ഫോറിനേഴ്സ്, അതായത് നമ്മളൊക്കെ ഫോറിനേഴ്സ് ആണ്. നമ്മൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻസ് കാണും, റഷ്യ ഒഴികെ വേറെ ഏത് കൺട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം അവർക്ക് ഫോറിനേഴ്സ് ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് റഷ്യയുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഇല്ല. അത് ജസ്റ്റ് ഫേക്ക് മാത്രമാണ്. ഈ കഴിഞ്ഞിടയ്ക്കാണ് ഒരു പോലീസ് കേസും ബഹളവും ഒക്കെ ഉണ്ടായത് കോട്ടയത്ത്. ഇതുപോലെ സ്കോളർഷിപ്പ് പ്രോഗ്രാം പറഞ്ഞിട്ട് അവിടെ കുട്ടി ചെന്നു, സെക്കൻഡ് ഇയർ ആയപ്പോഴേക്ക് ഫീസ് ഒന്നും വന്നില്ല എന്ന് അറിഞ്ഞിട്ട് ലാസ്റ്റ് അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന നാട്ടിലേക്ക്. അപ്പം റഷ്യൻസ് അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് പഠിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉള്ളത്. അല്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിനുള്ള കുട്ടികൾക്ക് ഇത് അവൈലബിൾ അല്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇംഗ്ലീഷ് അല്ലാത്ത ഈ റഷ്യൻ മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനും. അതായത് നിങ്ങൾ FMG എക്സാം കൊടുക്കാൻ എലിജിബിൾ അല്ല അക്കോർഡിംഗ് ടു NMC. സോ അതുപോലെ ഈ ഏജൻസി ത്രൂ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കുറെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ കിട്ടിയൊരു മെസ്സേജ് ആയിരുന്നു, ഞാൻ ഏകദേശം 7 ലക്ഷത്തോളം അവര് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫീസും വരുന്നുണ്ട്. 7 ലക്ഷം റഷ്യയിലേക്ക് പോകാനോ വിത്തൗട്ട് ഫീസ്? ഞാൻ ഷോക്കായി. അതിന്റെ ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ പേപ്പർ വർക്ക്സും ഇൻക്ലൂഡിങ് ടിക്കറ്റ്സ് മാക്സിമം പോയി കഴിഞ്ഞാൽ 3.2 അല്ലെങ്കിൽ 3.5 അല്ലെങ്കിൽ 3 ലാക്ക് ഇതിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഫീസാണ്. അതുപോലെ 40 ലക്ഷം 50 ലക്ഷം ഫീസ്. ഈ സെയിം പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വേറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഏജന്റുമാർക്കും കിട്ടുന്ന ഫീസ് സ്ട്രക്ചർ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും ഒരു കോളേജിന്റെ തന്നെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മീഷൻ എമൗണ്ടും കൂടി അതിൽ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഫീസ് അടയ്ക്കുമ്പോൾ കോളേജിന്റെ ഫീസ് പ്ലസ് നിങ്ങളുടെ ഏജന്റിനുള്ള ഫീസും കൂടി നിങ്ങൾ 6 വർഷം അടയ്ക്കേണ്ടി വരും. അതാണ് ചില കോളേജുകളൊക്കെ പല ഫീസ് സ്ട്രക്ചർ വരുന്നത്. അതുപോലെ എക്സ്പെൽ റേറ്റ്, നമ്മുടെ നാട്ടിൽ കുറെ യൂട്യൂബേഴ്സ് പോയി കുറെ കോളേജുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ബാഡ് സൈഡിനെ പറ്റി ആരും തിങ്ക് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആയിരിക്കും അത്. അപ്പൊ അവരെ വിശ്വസിച്ച് നിങ്ങൾ ഈ അഡ്മിഷൻ എടുക്കും. അവർക്ക് ചിലപ്പോൾ ഈ MBBSന്റെ എന്താണ് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരായിരിക്കും. അത് സെലിബ്രിറ്റീസ് ആണ്. മേ ബി അവരുടെ പ്രൊഫഷൻ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവർ ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അതിന്റെ ബേസ്ഡാണ് അവർ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. നാളെ നിങ്ങളുടെ ലൈഫ് അവിടെ പോയി എന്തിനും പറ്റിയ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ. കാര്യം അവരുടെ പേയ്മെന്റിനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവരുടെ ജോലിയാണത്. ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്ത് കുറെ കോളേജിലേക്ക് ഭയങ്കര ബൾക്കായിട്ട് കുട്ടികളെ അഡ്മിഷൻ കയറ്റിവിടുന്നുണ്ട്. റഷ്യ മാത്രമല്ല വേറെ പല കൺട്രീസിലും. പക്ഷേ ഈ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് പാസ് ഔട്ട് ആയിട്ട് നാട്ടിൽ വരുന്നുണ്ടെന്ന് ആരും അന്വേഷിക്കുന്നുണ്ടോ? ഈ ഒരു വർഷം ഒരിക്കലും ഒരു ഏജന്റ് നിങ്ങളോട് സംസാരിക്കത്തില്ല. റഷ്യയിലെ പല യൂണിവേഴ്സിറ്റീസിലും ഇപ്പം എക്സ്പെൽ റേറ്റ് എന്നുള്ള സംഭവം കൂടി വരിക. അതായത് ഈ പോകുന്ന കുട്ടികൾ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ എക്സ്പെൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരു കോളേജിലേക്ക് മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 150 സീറ്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ കൂടുതൽ ബൾക്കായിട്ട് ഇവര് കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്ത് വിടുന്നു. അവർക്കുള്ള ഫെസിലിറ്റീസോ വേറെ ഒന്നും അവിടെ അവൈലബിൾ അല്ല. ഓൺ ദി വേ എന്തെങ്കിലും കുഞ്ഞ് ഇഷ്യൂസ് മതി, അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ അവരെ പറഞ്ഞും വിടുന്നുണ്ട് നാട്ടിലോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. എക്സ്പെൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ് മിക്കവരും വിടുന്നത് ബൈലിംഗ്വലിലേക്കാണ്. അതും
അങ്ങ് വിശ്വസിച്ച് കയറ്റിവിടുകയാണ്. എനിക്ക് മനസ്സിലാവാത്തത് അവിടെ പഠിക്കാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ഒരു കോളേജിനെ പറ്റി സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് കോൾസ് വരുന്നുണ്ടായിരുന്നു, ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ആളല്ലേ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമോ, ഇന്ന കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി വന്ന ആളെന്ന് പറഞ്ഞാൽ മതി, പെർ കോളിന് 10,000 വെച്ച് തരാമെന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എത്തിക്സ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനും പഠിച്ചൊരു ഡോക്ടറായ വ്യക്തിയാണ്. അപ്പം എനിക്ക് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളൊരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും മാത്രം ചെയ്യുക. നിങ്ങളുടെ ലൈഫാണ്. അതുപോലെ കുറെ ലക്ഷങ്ങളൊക്കെ വാരി കൊടുത്ത് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഇതാണ്, മിസ്യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയണമെങ്കിലാണെങ്കിൽ എന്നോട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഓഫ് കോഴ്സ് എന്നോട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. അതുപോലെ വിത്തൗട്ട് നീറ്റ് ഇപ്പൊ വിഷമിച്ചിരിക്കുന്ന കുറെ കൂട്ടുകാർ കാണും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പ്ലാൻ എ പോയാൽ പ്ലാൻ ബി. വിത്തൗട്ട് നീറ്റ് MBBS പോസിബിൾ ആണ്. നിങ്ങൾക്ക് നാട്ടിൽ വന്ന് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാനും സാധിക്കും. ഇത് ഇപ്പൊ വരാനുള്ള റൂള് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ അതുവരേക്കും ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതുപോലെ ഇനി എനിക്ക് മെസ്സേജസ് കാര്യങ്ങൾ വരുമ്പോൾ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് പറഞ്ഞു വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും ബൈ ഓൾ. ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെ പറ്റി അറിയണമെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രേറ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ വിത്തൗട്ട് എനി കമ്മീഷൻ വേണമെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ബൈ.